എല്ലാവർക്കും ഫുഡ് പവലിയൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു സോഫ്റ്റായ ഒരു ഐറ്റമാണ്, നമ്മുടെ മലബാറിൻ്റെ സ്വന്തം കിണ്ണത്തപ്പം. ഇതൊരു ട്രഡീഷണൽ ഐറ്റമാണ്. കണ്ണൂർ തലശ്ശേരിക്കാരുടെ പാർട്ടിയിലൊക്കെ അവർക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു ഐറ്റമാണിത്. ഇതിൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനോടൊപ്പമുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് എങ്ങനെയാണ് കിണ്ണത്തപ്പം തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. നമ്മുടെ കിണ്ണത്തപ്പത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഈ അരിപ്പൊടിയാണ്. നൈസായിട്ട് പൊടിച്ചെടുത്ത പത്തിരി പൊടിയാണിത്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഒരു തേങ്ങ മുഴുവനായിട്ടെടുത്ത് ചിരകി അതിൽ നിന്ന് പാലെടുത്തതാണ്. ഒരു 1.5 കപ്പ് ഒന്നാം പാലും 4 കപ്പ് രണ്ടാം പാലുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതുകൂടാതെ 2 കപ്പ് ശർക്കര, 1 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കി നന്നായിട്ട് അരിച്ചെടുത്ത് വെച്ചതാണിത്. പിന്നെ 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് 1.5 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. ഇതുകൂടാതെ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കറുത്ത എള്ളു കൂടി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ആദ്യമായിട്ട് ഞാൻ അരിപ്പൊടി ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ രണ്ടാം പാലിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി ഇളക്കിയെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. മൊത്തത്തിലുള്ള പാൽ ഒഴിക്കുകയാണെങ്കിൽ ആകെ പ്രശ്നമാവും. കട്ടകളായിട്ട് അവിടെ ആയിട്ട് ഇരിക്കും. നമുക്ക് ഈ രണ്ടാം പാൽ മുഴുവനായിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. രണ്ടാം പാലാണ് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഒന്നാം പാൽ നമ്മൾ ഇപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നില്ല. അത് നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഉരുക്കി അരിച്ചെടുത്ത ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്, ചൂടോടെ ഒഴിക്കാൻ പാടില്ല. കൂടി നമുക്കിതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്കൊരു 3 ഏലക്ക ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ കുക്ക് ചെയ്യാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല. ഇതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. 1/4 ഭാഗത്തോളം ഒഴിച്ച് കൊടുത്തു. ഇനി ഞാൻ ബാറ്റർ ഒന്ന് ഇളക്കിയതിന് ശേഷമാണ് ബാക്കി ഒഴിച്ച് കൊടുക്കുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ അരിപ്പൊടി അടിയിൽ അടിഞ്ഞിട്ടുണ്ടാവും. അത് മുഴുവനായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ വെക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കട്ട കെട്ടിപ്പോകും. അതുകൊണ്ട് നമ്മൾ ഇത് തള വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെക്കുന്നതാവും നല്ലത്. തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അരിപ്പൊടി അടിയിലൂറി അത് കട്ടയാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഒരു കാര്യം ആദ്യമേ പറയാം, ഇതുണ്ടാക്കാൻ കുറച്ച് ക്ഷമ കൂടി വേണം. പെട്ടെന്ന് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു വിഭവമല്ല ഇത്. ഇപ്പോൾ ഇവിടെ ഇത് ഏകദേശം തിളയ്ക്കാനായിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുറച്ച് കട്ടി കൂടി വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി കൊടുക്കാം. ഇപ്പോൾ ഞാനിത് ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കടലപ്പരിപ്പ് കുതിർത്ത് വെച്ചത് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. കൂടാതെ ഇതിലേക്ക് നമുക്ക് പശുവിൻ നെയ്യ് കൂടി ചേർക്കേണ്ടതുണ്ട്. കുറേശ്ശെ ഓരോ ഇടവേളകളിലായിട്ടാണ് നമ്മൾ പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നാകെ ഒരേ ടൈമിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു 6 ടേബിൾ സ്പൂണോളം നെയ്യ് ഇതിനായിട്ട് വേണം.
ഇനി നമുക്കിതിലേക്ക് പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ കിണ്ണത്തപ്പം തയ്യാറായി വരുമ്പോൾ ഇതിന് ഏകദേശം 1.5 കിലോ വരെ ഭാരമുണ്ടാകും. ഒരു 3/4 മണിക്കൂറോളം ഇത് വേവിച്ചെടുക്കാനായിട്ട് തന്നെ വേണം. ക്ഷമയോടുകൂടി ഇളക്കി തയ്യാറാക്കിയാൽ ഏതൊരു വിഭവത്തെക്കാളും വളരെ ടേസ്റ്റിയായ നല്ലൊരു ട്രഡീഷണൽ ഐറ്റം ആണ് ഇത്. നമ്മൾ കടയിലൊക്കെ കിണ്ണത്തപ്പം വാങ്ങാൻ പോയാൽ കിണ്ണത്തപ്പം നല്ല കറുത്ത കളറിലാണ് കാണാറുള്ളത്. ഇവിടെ കറുത്ത കളർ ആവുകയില്ല. കാരണം ഞാനിവിടെ ഉപയോഗിച്ചത് ബ്രൗൺ കളറിലുള്ള ശർക്കരയാണ്. നിങ്ങൾക്ക് നല്ല ഡാർക്ക് കളറിലുള്ള ശർക്കര കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നല്ല ബ്ലാക്ക് നിറത്തിലുള്ള കിണ്ണത്തപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് കൂടി ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇളക്കിക്കൊണ്ടേയിരിക്കുക. കുറച്ചുകൂടി പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്പൂൺ നെയ്യ് വീതം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ബാക്കിയുണ്ട്. ഇത് പാത്രത്തിൽ നിന്ന് വിട്ടുവരുന്നുണ്ട്. 1/4 പാല് അതുകൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം സിമ്മാക്കണം. നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം മാത്രമേ ഫ്ലെയിം കൂട്ടി വെക്കാവൂ. ഇവിടെ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പെട്ടെന്നൊന്നും അടിയിൽ പിടിക്കത്തില്ല. നിൽക്കാതെ ഇളക്കി കൊടുക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അത്ര വേഗം അങ്ങോട്ട് അടിയിൽ പിടിക്കത്തില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇവിടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് പാനാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇത് കൂടാതെ സൈസ് കുറഞ്ഞ് ചേർത്ത് വരുന്നുണ്ട്. ഒരു 3/4 മണിക്കൂറോളം ഇതുപോലെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാം സൈഡിലൊക്കെ എണ്ണ ഇങ്ങനെ കിനിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതായിട്ടില്ല. മൊത്തത്തിൽ എണ്ണ കിനിയാൻ തുടങ്ങണം. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയാൽ അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ഗുണം കിട്ടും. വളരെ സോഫ്റ്റി ആയിട്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകുക തന്നെ ചെയ്യും. അത്രയും സോഫ്റ്റാണ്. അപ്പോൾ നമ്മളുടെ ബാറ്റർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഒഴിച്ച് വെക്കാനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ട്രേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് നെയ്യ് തൂവി കൊടുക്കുന്നുണ്ട്. ശേഷം ഭംഗിക്ക് വേണ്ടി ഞാൻ കുറച്ച് കാഷ്യൂ നട്ടും കിസ്മിസും എള്ളും കൂടി ചേർത്ത് ഒന്നിതിൽ വിതറി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഒന്നുകൂടി നോക്കാം. അപ്പോൾ ചട്ടിയിൽ നിന്ന് മുഴുവനായിട്ട് വിട്ട് ശരിക്കും ഒരു ഹലുവയുടെ പരുവായിട്ടുണ്ട്. ഇനി നമുക്കത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ പാനിൽ നിന്ന് എത്ര പെട്ടെന്നാണ് അത് ഇളകി വീണതെന്ന്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് നന്നായിട്ട് പരത്തി കൊടുക്കാം.
2.5 തൊട്ട് 3 മണിക്കൂറോളം ഇത് തണുക്കാനായിട്ട് എടുക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊരു മറ്റൊരു പാത്രത്തിലേക്ക് തട്ടി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഇതൊരു 3 മണിക്കൂറോളായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലൊരു പ്ലേറ്റ് വെച്ച് അതിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിതിവിടെ തട്ടി കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഞാൻ ട്രേ മാറ്റുമ്പോൾ ഇതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്ന്. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. തൊട്ട് നോക്കിയാൽ തന്നെ അറിയാം അതിൻ്റെ സോഫ്റ്റ്നെസ് എത്രത്തോളം ആണെന്ന്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. നോക്കൂ, കത്തി വെക്കുമ്പോൾ തന്നെ അതിലേക്ക് താണു പോകുന്നു, അത്രയും സോഫ്റ്റാണ്. ഇത് കട്ട് ചെയ്തിട്ട് ഒന്ന് നോക്കാം. കണ്ടില്ലേ ഇത് എത്രത്തോളം സോഫ്റ്റാണെന്ന്. ഇതിൻ്റെ കട്ട് ചെയ്ത ഭാഗത്തേക്കൊന്ന് നോക്കൂ, വളരെ സോഫ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.